നമ്മളൊക്കെ ഈ ശ്വസിക്കുന്ന സമയമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സന്ദർഭം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ചെയ്യുന്നത്, നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെ തിരിച്ച് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഞാനിപ്പം ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് മൊത്തവും, ഈ വീഡിയോസിലൂടെ ചെയ്യുന്നത് മൊത്തവും കൂടുതലും ലവ് ബേസ് ചെയ്തിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത്, എൻ്റെ മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യത്തിലാണെങ്കിലും പ്രണയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാത്തിനോടും പ്രണയമാണ്. നമ്മൾ സ്നേഹിക്കുന്ന സാധനം, അതിപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്ങിനെ മാത്രമല്ല, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ സാധനത്തിനോടും നമുക്ക് പ്രണയം വേണം. ദൈവത്തിനോട് വേണം, ഹ്യൂമൻ ബീങ്ങിനോട് വേണം, ആനിമൽസിനോട് വേണം, ഒബ്ജക്ട്സിനോട് വേണം, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലിയോട് വേണം. എല്ലാ കാര്യങ്ങളോടും നമുക്ക് പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ, ഈ യൂണിവേഴ്സ് തന്നെ പ്രണയത്തിൻ്റെ മണ്ടയ്ക്കാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രണയം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, ഈ സ്നേഹം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നിശ്ചലമാകും. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ലോകം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനകത്തല്ലേ? ഒന്നെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഒരു ഫാമിലിക്കകത്ത് 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും ചുറ്റിപ്പറ്റി നടക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് സർക്കുലേഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഓടിപ്പോകുന്നതെല്ലാം ആ സ്നേഹത്തിൻ്റെ ഒരു റിവോൾവിങ്ങിലാണ്, അല്ലയോ? അപ്പോൾ ആ ഫാമിലിയെ ചുറ്റിപ്പറ്റി വേറെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ബിസിനസ്സിനെ ചുറ്റിപ്പറ്റി, ആ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായത് കൊണ്ടാണ് ബിസിനസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും അവരുടെ പാഷനായിട്ട് ചെയ്യുന്നതുകൊണ്ട്